ക്രീം എന്ന് പറയുന്നത്. അപ്പൊ വൂണ്ട് ഹീൽ ക്രീം ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ടുകൾ, നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൊടുത്തിട്ട് കിട്ടിയ റിസൾട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. വൂണ്ട് ഹീലിന്റെ റിസൾട്ട് ഞാൻ പറയാം. ഞാൻ അഫ്സത്ത് അക്കീം സാറിന്റെ ടീമിൽ വർക്ക് ചെയ്യണേ. ഞാന് ഇപ്പൊ എന്റെ അനിയത്തിന്റെ വീട്ടിൽ തന്നെ പോയപ്പോ ചെറിയ കുട്ടിയാണ്, LKG പഠിക്കുന്ന കുട്ടി. കാലിന്റെ രണ്ട് മടമ്പും കൊണ്ട് ഇങ്ങനെ നടക്കണ. അപ്പൊ എന്നോട് വെച്ചത് ഓളെ കാലിന്മ എന്തോ വെച്ചു. കാലിന്റെ അടി അപ്പൊ നോക്കുമ്പോ മൊത്തത്തില് പൊട്ടി കീറിയിരുന്നു. ഫുള്ള് വലിയ വലിയ പൊളിവ് ഇങ്ങനെ ആയിട്ട് മുറി. എന്ത് മരുന്ന് വെച്ചപ്പോ ഹോമിയോ കൊടുക്കണ കൊറേ ആയി. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഒരു പ്രായപരിധി ഉണ്ട്, അപ്പളേ മാറുള്ളൂ അന്നത്രേ. അങ്ങനെ മരുന്ന് അങ്ങനെ കൊടുക്കണം. ഇപ്പൊ കൊറേ കാലായില്ലെങ്കിൽ നിർത്തിക്കണം. അപ്പൊ അതേപോലെ ഉണ്ടാവും ചെയ്തിരിക്കണാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഓയിൽമെന്റ് തരാന്ന, അതൊന്ന് തേച്ച് നോക്കൊണ്ട് ഒരു സോപ്പും അതുകൊണ്ട് കഴുകി ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകിയിട്ട് ആ സോപ്പും കൊണ്ട് കഴുകിയിട്ട് ഓയിൽമെന്റ് തേച്ച് നോക്കി. മരുന്നും കൊണ്ട് കൊടുക്കാനേ, മരുന്നൊക്കെ ഓലപ്പാക്ക് പേടിയാണ്, ചെറിയ കുട്ടിയല്ലേ. ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കാ വിചാരിച്ചിട്ട്. അപ്പൊ വേണ്ടെന്ന സോപ്പ് ഓയിൽമെന്റും നിങ്ങൾ കൊടുന്നേരുകൊണ്ട് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി കൊടുത്തിപ്പോ ഒരാഴ്ച, വെള്ളിയാഴ്ചക്ക് 8 ദിവസമായിട്ടുള്ളൂ. വെള്ളിയാഴ്ച ഞാൻ ആയിക്കൂടെ ചെന്നപ്പോ കാല് മൊത്തത്തിലെ മുറിവൊക്കെ മാറി ശരിക്കും നമ്മൾ സാധാ ചവിട്ടി നടക്കണ മാതിരി നടക്കലർത്തിയിട്ടുണ്ട്. ഓര് പറയുന്നുണ്ട് നല്ലൊരു മരുന്ന്, ഇത്രയും കാലം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, അടിപൊളി റിസൾട്ട് കിട്ടിയിരുന്നു. അതേപോലെ പേസ്റ്റിനും നമ്മളെ ഹെർബൽ പേസ്റ്റ് കൊടുത്തിട്ട്, ചെറിയ കുട്ടിയാ പല്ല് ഉണ്ടായി വന്ന പല്ലെന്നെ വേദനയാണ്, എപ്പോഴും ഹോസ്പിറ്റൽ കൊണ്ടുപോകലാണ് കാരണം. ഇപ്പൊ പേസ്റ്റ് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിക്കണം. പ്രൊഡക്റ്റ് ഒക്കെ നല്ലതാണ്, ഞങ്ങൾ കൂടണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, പുതിയ റിസൾട്ട് കിട്ടിയതാ. റിസൾട്ടുകൾ കുറേ ഉണ്ട് പറയാന്, പക്ഷെ പുതിയത് കിട്ടിയത് പറയാം. ബാക്കി ഇനി എല്ലാരും പറയട്ടെ. ഓക്കെ ഓക്കെ, പിന്നെ നമ്മളെ വൂണ്ട് ഹീൽ ക്രീം ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ട്. ഇനി കാൽമേല് പാദസാര ഇടുന്ന സമയത്തായാലും നമ്മള് പാടുണ്ടോ നോക്കുന്ന സമയത്ത് വൂണ്ട് ഹീൽ ക്രീമും ആയു ഹീലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. സോപ്പ്, നീമിന്റെ സോപ്പ് അതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. നീം വൂണ്ട് ഹീൽ ക്രീം നമ്മളെ കൈയിന്റെ കുഴിനകത്തിന് കൊടുത്തിട്ട് ആ വീക്കം പോയതും പിന്നെ നഖം ക്ലിയർ ആയിട്ട് വന്നതും ഒക്കെ ഒരുപാട് റിസൾട്ടുകളാണ് എനിക്ക്. ഞാന് ആ ഒരാഴ്ചയിൽ തന്നെ ഒരുപാട് വൂണ്ട് ഹീൽ ക്രീം കൊടുത്തു. ഇപ്പൊ ചുറ്റും പറഞ്ഞെന്റെ കയ്യിൽ വൂണ്ട് ഹീൽ ക്രീം ഇല്ല. ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ അടുത്ത് ഒരാൾ വന്നു, ചേച്ചീന്റെ അടുത്ത് ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് ഉണ്ട്, ചേച്ചീന്റെ അടുത്ത് ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് വേണ്ട. അപ്പൊ കരിമംഗലത്തിന് ചേച്ചി ഒരു താത്താക്കി കൊടുത്തില്ലായിരുന്നു, എനിക്ക് ആ ക്രീം വേണമെന്ന് പറഞ്ഞു. പക്ഷെ ആ ക്രീമിന്റെ കയ്യിൽ കഴിഞ്ഞു. അപ്പോഴാണ് എന്റെ കയ്യിൽ ഞാനത് അതിന്റെ തലേന്നാണ് ഞാൻ ലാസ്റ്റ് സാധനം ഞാൻ കൊടുത്തത്. ഇപ്പൊ സാധനം തിങ്കളാഴ്ച സാധനം എടുക്കാൻ പോകണം. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഞാൻ വിളിക്കുക, നമ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, നല്ല മാറ്റമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നേ എന്ന് പറഞ്ഞു. അപ്പൊ ആയിക്കോട്ടെ, ഞാൻ വന്നിട്ട് ഞാൻ വിളിക്കുക, തിങ്കളാഴ്ച എന്തായാലും ഇപ്പൊ ഒന്ന് പോയി എടുക്കണം. ഒരുപാട് റിസൾട്ടുകളാണ്. അതേപോലെ അത് പാലുണ്ണിക്ക് തേക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ തേക്കാൻ പറ്റുമോ സാറേ? പാലുണ്ണിക്ക് തേക്കാം. അങ്ങനെ ഓരങ്ങനെ ചോദിച്ചിരുന്നു. അപ്പൊ ഞാനും ആന്നാണ് പറഞ്ഞത്, എന്നാലും ഒരു കൺഫേമിങ്ങിന് വേണ്ടി ചോദിച്ചു. പിന്നെ വേറെ എന്താ, ഞാന് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയാ ബ്ലഡ് പ്യൂരിഫയറും പിന്നെ രക്തം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാധനം കൊടുത്തിരുന്നു. അമ്മയ്ക്ക് എന്നും കാലുവേദനയാണ്. പിന്നെ അതിന്റെ കൂടെ സ്പൈറനിയും കൊടുത്തിരുന്നു. കാലിന്റെ അടി തൊട്ട് വരെ പുകച്ചിലാണ് എന്ന് പറഞ്ഞു. നടക്കുന്ന സമയത്ത് പുകച്ചിലാണ് എന്ന് പറഞ്ഞേ. അപ്പൊ അത് കൊടുത്തിട്ട് നല്ല മറ്റേ അമ്മ നിന്റെ കുട്ടിക്കാലത്തെ, ഞങ്ങളെ കുട്ടിക്കാലത്തെയൊക്കെ അമ്മ ആയുർവേദമാണ് ഉപയോഗിക്കുക. കഷായവും തൈലും അങ്ങനെയൊക്കെയുള്ള ഇതാണ് ഉപയോഗിക്കുക. അപ്പൊ അതിന് നല്ല മാറ്റങ്ങളുണ്ട് ചുട്ടുകൊള്ളുന്നതിന്. പിന്നെ പേസ്റ്റ് ആയാലും എല്ലാരും പറഞ്ഞ് ചോദിച്ചു വരുന്നുണ്ട്. ഇനിയിപ്പോ കടയിൽ ഏതൊരു ആള് വന്നിക്കാണെന്നുണ്ടെങ്കിലും ഞാൻ പറയും ഇങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, അതൊന്ന് ഉപയോഗിച്ച് നോക്കി എന്ന് പറയുന്ന സമയത്ത് ചിലവര് പറയും പൈസ ഇല്ല എന്ന് പറയും. ചിലവർക്ക് നല്ല കമ്പനി ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി നോക്കി 2 ദിവസം കഴിഞ്ഞിട്ട് പൈസ തന്നാളേറി അങ്ങനെ കൊണ്ടു തരുന്നവരുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പൈസ കൈയോടുകൂടി വരുന്നവരുണ്ട്. എല്ലാതും ഉണ്ട്. എല്ലാരും നല്ല നല്ല റിസൾട്ടുകളാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ മാഡം.
വേറെ ആയിരിക്കും ആ വൂണ്ട് ഹീലിംഗ് ക്രീം. നമസ്കാരം, സത്യഭാമ. പിന്നെ ഈ കത്തി കാലിന് തട്ടിയിട്ട് ഞാൻ അതാ തേച്ചത്. വേഗം മാറി. ടീറ്റി അടിക്കാനൊന്നും പോയിട്ടില്ല. അതങ്ങനെ തന്നെ അത് തേച്ചപ്പോ മാറി. വേദനയും മുറിവും മാറി. പിന്നെ എല്ലാരും പറഞ്ഞു നിങ്ങളെ മുറിവ് മാറിയല്ലോ, എന്താ തേച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല തേച്ചത്. അപ്പൊ കാതില് കമ്മലിട്ടപ്പോ ചൊറി വന്ന് ആ ചൊറിക്ക് തേച്ച് അത് മാറി. എന്റെ കയ്യിലുള്ളതാ കൊടുത്തത്. ഒരാഴ്ച ഞാൻ കൊടുത്തു. പിന്നെ അത് ഒന്ന് മേടിച്ചു കൊടുത്തു. അവർക്ക് സുഖമുണ്ട്. പിന്നെ എന്റെ മുഖത്ത് ഉണ്ടായിരുന്നല്ലോ ചൂട് പോലെ പൊന്തിയത്, അപ്പൊ ഞാൻ അത് തേച്ചിട്ടാ മാറിയത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ഈ കരിമംഗലത്തിന് തേച്ച് നോക്കുന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനായാലും നല്ല റിസൾട്ട് ആണല്ലോ പറഞ്ഞു നോക്ക്. തേച്ചിട്ടുണ്ട്. പിന്നെ കാലിന്റെ ഇട ചീയണൊരു ഇതുണ്ടല്ലോ, വെള്ളത്തില് ചവിട്ടി നിന്നിട്ടാന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു താത്ത. അപ്പൊ അത് കൊടുത്തിട്ട് അതിന്റെ കാലിന് സുഖമുണ്ട്. പിന്നെ ഈ വട്ടച്ചൊറി ഉണ്ടല്ലോ, കുട്ടികൾക്കൊക്കെ കുറഞ്ഞ തോതിൽ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തേച്ചിട്ട് അത് മാറി. അപ്പോ ഒക്കെ നല്ല റിസൾട്ടാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞിരുന്നു ഇതിനോട്, ഞാൻ കരിമംഗലത്തിനോട് തേച്ച് നോക്കുന്നത്, എന്ത് തേച്ചാലും ഇത് സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേസ്റ്റ് ഇന്നലെ ഹക്കീം സാറ് ഇവിടെ മീറ്റിങ്ങിന് വന്നിരുന്നു. അപ്പോ 2-3 പേർക്ക് പേസ്റ്റ് ഒക്കെ കൊടുത്തു. പല്ലുവേദനയ്ക്ക് പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ ചാമ്പി തൈലം അതൊക്കെ കൊടുത്തു പോയിട്ടുണ്ട്. കയ്യിന് ചൊറിച്ചിലൊക്കെ നമ്മളെ ബ്ലഡ് പ്യൂരിഫയറും ആന്റി എനർജിയും കുടിച്ചിട്ട് കുറഞ്ഞ ഒരു ചൂട് പൊന്തും പോലെ കയ്യിനും കാലിന്റെ താഴോട്ടും ഇങ്ങനെ പൊന്തിയിട്ടുണ്ട്. അപ്പൊ ഗൾഫിൽ നിന്ന് എന്തോ ഒരു ഇത് കൊണ്ടുവന്നതിന്റെ തേക്കാണെന്നാ പറഞ്ഞത്. അപ്പൊ പറഞ്ഞത് വേണ്ട, ഈ ചാമ്പി തൈലം തേച്ചാൽ മതിയാറിന് ഹക്കീം സാർ ഇന്നലെ കൊടുത്തു. ഞങ്ങള് 7:30 വീട്ടിലായിരുന്നു. ആ വീട്ടില് അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് ഞങ്ങള് പോന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ മീറ്റിംഗ് വെച്ചപ്പോ രക്തം ഉണ്ടാവാനുള്ള നമ്മളെ ആ പ്രൊഡക്റ്റ് കൊടുത്തു ഒരു താത്തയ്ക്ക്. അപ്പൊ അത് ബ്ലോക്കിന് മരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാക്ക പറഞ്ഞോലോ, ഇന്ന് രാവിലെ എക്സർസൈസിന് പോയപ്പോഴാണ് അതിന്റെ കാര്യം പറഞ്ഞത്. പിന്നെ എന്തിനാ നീ വാങ്ങിയത് എന്ന് ചോദിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ, ബ്ലോക്ക് ഉള്ള ആള് ഗൾഫ് പോയിട്ടുണ്ട്, എന്റെ നാത്തൂന്റെ മോന്, അവൻ കൊണ്ടുപോയി കുടിക്കുകയും ചെയ്തു. പിന്നെ വെൽഹാർട്ട് കുടിച്ചു, അവനൊരു കേടുമില്ല. അത് ആദ്യം ഡോക്ടർ കോഴിക്കോട്ടിന് എഴുതി കൊടുത്തതാന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ താത്ത പറയാണ്, ചിലരൊക്കെ എന്ന് പറഞ്ഞാ നമ്മളെ ജോലി നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. അയാള് ഡോക്ടറൊന്നുമല്ല, അയാൾ ഓട്ടോ ഡ്രൈവർ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതിനെന്താ, ഇതിലെ പ്രൊഡക്റ്റ് കഴിച്ചിട്ട് മാറിയിട്ടാണ് എല്ലാവർക്കും തരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ദിവസം ചെല്ലുന്തോറും ഇത് മാറ്റിയെടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു മേടിച്ചത് എന്തായാലും തിരിച്ചു തരുന്നില്ല, പിന്നെ ആർക്കെങ്കിലും കുടിക്കാലോ എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങള് കഴിക്കണേന്റെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ദിവസം കാണുമ്പോ ഇങ്ങനെ പറയാ. അങ്ങനെയാണ് കാര്യങ്ങൾ. എന്റെ കുടുംബത്തിലൊട്ടൊക്കെ എന്റെ കുടുംബത്തിലെ ഒരുവിധ ആളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്റെ സ്വന്തം വീട്ടിലും അതേപോലെ അച്ഛന്റെ പെങ്ങളെ വീട്ടില് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് റിസൾട്ട് കിട്ടിയത് ആദ്യം തന്നെ എന്റെ മോന് വണ്ടീന്റെ അടുത്തുനിന്ന് പൊള്ളിയിട്ട്, വണ്ടീന്റെ സൈലൻസറിന്ന് പൊള്ളിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊള്ളി ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്പോട്ടിൽ തന്നെ, ഇത് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അപ്പൊ തന്നെ എടുത്ത് തേച്ച് അത് ചെറിയ രീതിയിൽ കുമിളയായിട്ടൊക്കെ വന്ന്, പക്ഷെ ഇപ്പൊ അത് പൊള്ളിയതിന്റെ യാതൊരു അടയാളവും ഇല്ല. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്റെ മോൾക്ക് പൊള്ളിയിട്ട് വൂണ്ട് ഹീലിംഗ് കൂടെ ഇല്ലാത്തതുകൊണ്ട് 2-3 ദിവസമൊക്കെ തേച്ചിട്ടില്ലായിരുന്നു. പിന്നെയാണ് ഞാനത് കൊണ്ടുവന്നിട്ട് തേച്ച് കൊടുത്ത്. പിന്നെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് തേക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഡെയിലി അങ്ങനെ തേക്കാൻ പറ്റിയില്ല. പക്ഷെ മോളത് കറക്റ്റായിട്ട് മാറിയിട്ടില്ല. മോൻ്റെതിന്റെ ഒരു അടയാളം പോലും ഇല്ല, പൊള്ളിയതിന്റെ അടയാളം ഇല്ല. അതേപോലെ തന്നെ എന്റെ പാപ്പന്റെ മോള്, ചെറിയ കുട്ടി, 6 മാസം പ്രായമുള്ള കുട്ടിക്ക് തക്കാളിക്കറി
വെച്ചിട്ട് അത് തിളച്ച പാടെ ഇറക്കി വെച്ച കറിയിലേക്ക് കാലിന്റെ അടിഭാഗം മൊത്തമായിട്ട് എന്താ പറയാ, അത്രയ്ക്കും കുഞ്ഞുകുട്ടി 6 മാസം പറയുമ്പോ കുട്ടീന്റെ തൊലിന്റെ കട്ടി മനസ്സിലാവുമല്ലോ. അപ്പൊ ആ തക്കാളിക്കറി അടുപ്പത്തൊന്ന് തിളച്ച കറി ഇറക്കി വെച്ച് അതിലേക്ക് കാല് മുങ്ങിപ്പോയതാ. അത് ഞാനായിരുന്നു ഇറക്കി വെച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായപ്പം എല്ലാരും കുട്ടി നിർത്താതുള്ള കരച്ചില്. അങ്ങനെ അപ്പാടെ തന്നെ ഞാൻ വീട്ടിലുള്ള വൂണ്ടിയിൽ കുറച്ച് തീർന്നതായിരുന്നു, എടുത്തിട്ട് അപ്പൊ തന്നെ കൊണ്ടുവച്ച് തേച്ച് ഫുള്ള് നല്ല രീതിക്ക് തേച്ച്. കുറച്ച് കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ വീണ്ടും തേച്ചിരുന്നു. കുട്ടി നല്ല നീറ്റല് കാരണം ഭയങ്കര കരച്ചില്. കുറച്ച് കഴിഞ്ഞപ്പോ വീണ്ടും തേച്ച്. അങ്ങനെ ഒരു സംഭവം പോലും, ഒരു ചുവന്ന കളർ പോലും ആയിട്ടില്ല. തീരെ ഒരു അടയാളം, ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിറ്റേ ദിവസത്തേക്കൊക്കെ നോക്കുന്ന സമയത്ത്. പക്ഷെ അത് തേച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ കുട്ടീന്റെ കാലിന്റെ അവസ്ഥ പറയേണ്ടി വരില്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമുക്ക് തന്നെ ചെറിയ പൊള്ളല് പറ്റിക്കഴിഞ്ഞാലുള്ളത്. അപ്പൊ ഒറ്റ അടയാളം പോലില്ല. ഇപ്പൊ എന്താ പറയാ, ഓരോ വീട്ടിലൊക്കെ ഇത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് വൂണ്ട് ഹീലിംഗ്. ഇതേപോലെ ഞാൻ നല്ല രീതിയിൽ റീറ്റെയിൽ ചെയ്യുന്നതാണ് വൂണ്ട് ഹീലിംഗ്. പിന്നെ എനിക്ക് തന്നെ ആക്സിഡന്റ് പറ്റിയ സമയത്ത് വണ്ടിന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പോഴുള്ള വണ്ടിയല്ല, ഇതിന്റെ മുന്നത്തെ വണ്ടിയിൽ എപ്പോഴും വീഴൽ തന്നെയായിരുന്നു പണി. ഒരു ദിവസം കാറ് തട്ടിത്തെറിപ്പിച്ചിട്ട് കുറച്ച് ലോങ്ങില് ഞാൻ വീണു പോയത്. ഒരു 5-6 മീറ്റർ അപ്പുറത്തേക്കാ തെറിച്ചത്. അത്രയും ശക്തിയിലായിരുന്നു ഇടി കിട്ടിയത്. ആ സമയത്ത് എന്റെ കയ്യില് ഞാൻ പ്രൊഡക്റ്റ് ആയിട്ട് പോകുന്ന സമയത്താണ്. അപ്പൊ വൂണ്ട് ഹീലിംഗും തൈലൊക്കെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി, ഒരു കാറിന്റെ ഓണറ് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ എന്തൊക്കെയോ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെയാ. പിന്നെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് പോയി, പ്രൊഡക്റ്റ് കൊണ്ടു കൊടുക്കാൻ പോയി. പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് എന്റെ അമ്മായിന്റെ വീട്ടില് കേറി അവിടുന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കിയതായിരുന്നു എന്താ പറ്റിയെന്ന്. അപ്പൊ ആ സമയത്ത് സ്ക്രാച്ച് ഉണ്ട്, അതിന് വൂണ്ട് ഹീലിംഗ് അവിടെ നിന്ന് തന്നെ തേച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, നടക്കാനും പറ്റുന്നില്ല, പിന്നെ കൈ പൊക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഒരു ചെറിയ കാലി ഗ്ലാസ് പോലും പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ നമ്മളെ തൈലവും ഈ വൂണ്ട് ഹീലിംഗ് തേച്ചിട്ടാണ്. അമ്മയൊക്കെ പറഞ്ഞ് എക്സ്റേ എടുക്കണം, എല്ലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, ഞരമ്പിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. കാരണം ഒന്ന് കൈ നമുക്ക് തല തോർത്താനോ ഡ്രസ്സ് ഇടാനോ അങ്ങനത്തെ ഒരു കൈ കൊണ്ട് ഒന്നും പറ്റുന്നില്ല. അത്രയ്ക്കും ഞാൻ എന്റെ തോളിലൊരു ബാഗ് ഉണ്ടായിരുന്നു, ഫ്രണ്ടില് ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതപ്പാട് അങ്ങനെ തെറിച്ച് വണ്ടി എന്റെ മേലേക്ക് അങ്ങനെ ചരിഞ്ഞ് വീണ് കിടക്കുക. അപ്പൊ ഒരു ഭാഗം, ഒരു ഷോൾഡർ, ഇടതുഭാഗം ഷോൾഡർ മൊത്തം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊക്കെ പറഞ്ഞു പോയി കാണിക്കണം, എക്സ്റേ എടുക്കണം, കളിക്കുന്ന കളിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു 3 ദിവസം നോക്കട്ടെ എന്ന് പറഞ്ഞു. 3 ദിവസം 3 നേരം വെച്ചിട്ട് ഞാൻ ഈ ചാമ്പിത്തായാലും യൂസ് ചെയ്ത് അവിടെ തന്നെ, എന്റെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റിയില്ല, അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല, വണ്ടി എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ അവിടുന്ന് തന്നെ 3 ദിവസം അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. അവിടുന്ന് തൈലം തെച്ച് ഈ വൂണ്ട് ഹീലിംഗും മുറിയൊക്കെ പറ്റിയ കൈന്റെ മുട്ടിന്, കാലിന്റെ മുട്ടിനൊക്കെ മുറി പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നും ഒരു അടയാളം പോലുമില്ല. ഈ തൈലം ഉപയോഗിച്ചിട്ട് ഈ വേദനയും പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ 3 വട്ടം ആക്സിഡന്റ് ആയപ്പോഴും പിന്നെ ഞാൻ ഈ തൈലവും വൂണ്ട് ഹീലിംഗ് ആണ് യൂസ് ചെയ്തത്. അപാര റിസൾട്ടാണ്. ഒരുപാട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ധൈര്യത്തോടെ കൊടുക്കാൻ പറ്റുന്ന, അതായത് ഞാൻ എല്ലാവരുടെ പറയുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്. എന്റെ വണ്ടിയിൽ അധിക സമയത്തും ഉണ്ടാവലുണ്ട് വൂണ്ട് ഹീലിംഗ്. വീട്ടില് ഇന്നലെ മോനെ എന്തോന്ന് പറ്റിയ സമയത്ത് മോന് വൂണ്ട് ഹീലിംഗ് തെരഞ്ഞു നടക്കുന്നതുണ്ട്. അങ്ങനെ അടിപൊളി റിസൾട്ടാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ മാഡം, സൂപ്പർ. കാല് കുത്തിപ്പോയി, അല്ലെ സൈലൻസറിന് തട്ടിയിട്ടുള്ള പൊള്ളല്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലൊരു വൂണ്ട് ഹീൽ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് സേഫ്റ്റിയാണ്, നമുക്കൊന്നും പേടിക്കാനൊന്നുമില്ല. അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള റിസൾട്ടുകൾ, അതിന്റെ കളർ പോലും ഇല്ലാത്ത രീതിയിൽ നമുക്ക് റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്ത് ചെയ്യാ, നമ്മളെ വൂണ്ട് ഹീൽ ക്രീം എന്ന് പറയുന്നത് ഒന്ന് നമ്മളെ വീട്ടിൽ നിർബന്ധമായിട്ടും നമ്മൾ കരുതി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ വേറെ